അത് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും. അത് ഒരു പ്രത്യേക ക്രമീകരണത്തിൽ ഡെപ്യൂട്ടേഷനിലും മറ്റുമായിട്ടാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ചില വിഷയങ്ങളുണ്ട്, ചില സാമ്പത്തികമായ പ്രശ്നങ്ങൾ ആ കാര്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാലോ, SSK ഫണ്ട് കുറേ കാലമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. അത് പരിശോധിക്കും, പരിഹരിക്കും. അല്ല, ഞാൻ അവിടെയുള്ള നാട്ടുകാരായിട്ട് ബന്ധപ്പെട്ടു, വിഷയങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോഴേ ഒരു സംഗതിയിലൊരു പ്രതികരണം പറയണമെങ്കിൽ വേണമല്ലോ, പ്രത്യേകിച്ചും എൻ്റെ മണ്ഡലത്തിലുമാണ്. ഈ കുട്ടികളെ കാണാനെന്നുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് സംഗതി. ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ കുട്ടികളെ കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണാം. നാളെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, കാണാം. അല്ല, അത് ഞാനായിട്ട് നിയമ നടപടികൾ ആവശ്യപ്പെടുന്നില്ല. അത് എഫക്റ്റഡ് പാർട്ടീസ് ആണല്ലോ പറയേണ്ടത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ആളുകൾക്കൊക്കെ സ്വമേധയാ അതിൽ നടപടികൾ സ്വീകരിക്കാം. KT ജലീൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രതികരണമായിട്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അതായത് ബോധപൂർവം കുട്ടികളെ പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്തതല്ല, മറിച്ച് ഞാൻ പണ്ടത്തെ ഒരു അധ്യാപകനായിരുന്നു, അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ഇതാണ് ഞാൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ജാഗ്രത വേണമായിരുന്നു. ഇത് പരസ്യം ലോകം മുഴുവൻ കാണുകയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലുണ്ട്, നെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി, അവർക്കുണ്ടാക്കുന്ന പ്രയാസം, അവർക്കുണ്ടാകുന്ന അപമാനം കാണാതെ പോയി എന്നുള്ളതാണ്. ഞാൻ അതേ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഒരു ജാഗ്രത വേണമായിരുന്നു. അതുണ്ടായില്ല. അതിനൊന്നും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ പരസ്യമായിട്ട് ഒരു കുട്ടിയെ നമ്മളങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ പക്ഷം. ഇനിയിപ്പോൾ തെറ്റിന്ന് വെക്കുക, എഴുതിയിട്ട് തെറ്റി, അത് അവനെ സ്വകാര്യമായിട്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവളെ സ്വകാര്യമായിട്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഉണ്ട്. അല്ല, അതിലൊക്കെ നമ്മളൊരു കൃത്യമായി അത്തരം സംഗതികളിൽ ഒക്കെ ഇടപെടാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇന്നത്തെ ഒരു രീതി അങ്ങനെയല്ലല്ലോ. അധ്യാപകർ വളരെ സൗഹൃദപരമായി കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരു പഠന രീതിയാണ് ഇന്നുള്ളത്. അതങ്ങനെ തന്നെ പോകണം. ഇതൊക്കെ ചെറിയ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അന്ന് സൂചിപ്പിച്ച വിഷയങ്ങൾ. അതൊക്കെ പരിശോധിക്കും.